ഇറാനിലെ തെരുവുകളിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ജനതയെ അടിച്ചമർത്താൻ ഭരണകൂടം സ്വീകരിക്കുന്ന ക്രൂരമായ നടപടികൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 അവസാനത്തോടെ ആരംഭിച്ച് 2026 വ്യാപിച്ച ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഇറാനിയൻ സുരക്ഷാ സേന അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആശുപത്രികളെ യുദ്ധക്കളങ്ങളാക്കി മാറ്റുന്നുവെന്ന ഭീകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുറിവേറ്റ പ്രക്ഷോഭകരെ ആശുപത്രി കിടക്കയിൽ വെച്ച് വധിക്കുകയും ചികിത്സ തേടിയെത്തുന്നവരെ നിർബന്ധപൂർവം പിടിച്ചുകൊണ്ടുപോയി അപ്രത്യക്ഷരാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ നടപടികളാണ് അവിടെ അരങ്ങേറുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള അഭയകേന്ദ്രങ്ങളായി മാറേണ്ട ആശുപത്രികൾ ഇന്ന് ഇറാനിൽ മരണക്കെണികളായി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നത് അത്യന്തം ആശങ്കാജനകമാണ്. മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മെഡിക്കൽ സൗകര്യങ്ങളിൽ അതിക്രമിച്ചു കയറി തിരച്ചിലുകൾ നടത്തുന്നത് പതിവാക്കിയിരിക്കുകയാണ്. വെടിയേറ്റോ അല്ലാതെയോ ചികിത്സയിൽ കഴിയുന്ന പ്രക്ഷോഭകരെ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നൽകിയിരിക്കുന്ന ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പോലും കണക്കിലെടുക്കാതെ വളരെ അടുത്തുവെച്ച് വെടിവെച്ച് വധിക്കുന്ന ക്രൂരതയാണ് അവിടെ നടക്കുന്നത്. IV ലൈനുകളോ ശ്വസന സഹായികളോ ഘടിപ്പിച്ച നിലയിൽ പോലും രോഗികൾ സുരക്ഷിതരല്ല. ഇത്തരം സംഭവങ്ങൾ ഭരണകൂടം തങ്ങളുടെ അധികാരത്തിന് നേരെ ഉയരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ എത്രത്തോളം അക്രമാസക്തമായ വഴികളാണ് തെരഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. ആശുപത്രികൾ മുറികൾ തോറും പരിശോധിക്കുകയും മുറിവേറ്റവരെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സുരക്ഷാ സേനയുടെ നടപടി മൂലം പലരും ചികിത്സ തേടാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ്. തങ്ങൾ ആശുപത്രിയിൽ എത്തിയാൽ അധികാരികൾ പിടികൂടുമെന്ന ഭയം മൂലം മാരകമായ മുറിവുകൾ ഏറ്റവർ പോലും വീടുകളിലിരുന്ന് ചികിത്സിക്കാൻ നിർബന്ധിതരാകുന്നു. ഇത് മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം പ്രവൃത്തികൾ മെഡിക്കൽ എത്തിക്സിൻ്റെയും അതുപോലെ യുദ്ധകാല നിയമങ്ങളുടെയും കടുത്ത ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു ഡോക്ടറുടെ പ്രധാന ധർമ്മം രോഗിയുടെ രാഷ്ട്രീയമോ നിലപാടുകളോ നോക്കാതെ അവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ്. എന്നാൽ ഇറാനിൽ മുറിവേറ്റ പ്രക്ഷോഭകരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും സുരക്ഷാ സേനയുടെ നേരിട്ടുള്ള ഭീഷണി നേരിടുകയാണ്. പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുന്ന ആരോഗ്യ പ്രവർത്തകരെ തടങ്കലാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. പല മെഡിക്കൽ ജീവനക്കാരും തടവിലാക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത ഡോക്ടർമാരെ മർദ്ദിക്കുന്നതായും അവരുടെ ക്ലിനിക്കുകൾ അടച്ചു പൂട്ടിക്കുന്നതായും സാക്ഷ്യപ്പെടുത്തലുകളുണ്ട്. ഇത് കേവലം പ്രക്ഷോഭകരെ ലക്ഷ്യം വെച്ചുള്ള നീക്കമല്ല, മറിച്ച് രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തെ തന്നെ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ ഉപകരണമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഭീതി പരത്തുന്നതോടെ പ്രക്ഷോഭകർക്ക് ലഭിക്കാനിടയുള്ള മെഡിക്കൽ സഹായം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇതിനെതിരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം പ്രക്ഷോഭകരിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരങ്ങൾ കടന്നിരിക്കുകയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള സംഘടനകൾ ഈ കൊടും ക്രൂരതകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് തങ്ങൾ നടത്തുന്ന ക്രൂരതകൾ പുറം ലോകം അറിയാതിരിക്കാൻ ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നു. എന്നാൽ പലപ്പോഴും വിദേശത്തുള്ള ഇറാനിയൻ വംശജർ വഴിയും രഹസ്യമായി പുറത്തെത്തുന്ന വീഡിയോകൾ വഴിയും ഈ വിവരങ്ങൾ ലോകമറിയുന്നുണ്ട്. വിദേശ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രികൾ ആക്രമിക്കുന്നതും മുറിവേറ്റവരെ കൊലപ്പെടുത്തുന്നതും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. സായുധ സംഘർഷങ്ങളിലും ആഭ്യന്തര കലാപങ്ങളിലും പോലും ആശുപത്രികൾ സുരക്ഷിത ഇടങ്ങളായി പരിഗണിക്കണമെന്നതാണ് നിയമം. എന്നാൽ ഇറാൻ ഭരണകൂടം സ്വന്തം ജനതയോട് തന്നെ ഈ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കേവലം ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് മനുഷ്യത്വത്തിനെതിരെയുള്ള യുദ്ധമാണ്. ആശുപത്രികൾക്കുള്ളിലെ കൊലപാതകങ്ങൾ, ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, മൃതദേഹങ്ങൾ പിടിച്ചുവെക്കൽ തുടങ്ങിയ ഓരോ സംഭവവും സ്വതന്ത്രമായ അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ഈ ക്രൂരതകൾ ആവർത്തിക്കപ്പെടുകയും നീതി എന്നത് വെറും വാക്കായി മാറുകയും ചെയ്യും. ലോകം ഇതിനെതിരെ വെറുമൊരു കാഴ്ചക്കാരായി ഇരിക്കരുത്. ആധുനിക നാഗരികതയിൽ ഒരു ഭരണകൂടത്തിന് തൻ്റെ ജനതയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാതകമാണ് ഇറാനിൽ നടക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഒരൊറ്റ സ്വരത്തിൽ ഈ അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇറാനിലെ ഓരോ പൗരനും സുരക്ഷിതമായി ചികിത്സ തേടാനുള്ള അവകാശവും അവരുടെ ജീവിക്കാനുള്ള അവകാശവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നിശബ്ദത ഈ ക്രൂരതകൾക്ക് നൽകുന്ന പരോക്ഷമായ പിന്തുണയാണ്. അതിനാൽ തന്നെ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് ലോകത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.